ഒരാൾ ക്രേവിങ്സ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മുട്ടൻ പണി നമുക്ക് തന്നിട്ടുണ്ട്. ഇതേ ഇവിടെ വലിയൊരു ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് പച്ചക്കറിയൊക്കെ ആയിട്ട് പോകുന്നത് എങ്ങോട്ട് പോകുന്നതെല്ലാം കൂടെ കെട്ടിപ്പറക്കി ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കാഞ്ചേരി, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോയ സമയത്ത് അവിടെ ബീവറേജിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അടിക്കില്ല കേട്ടോ, ഞാൻ അടിക്കാറില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ അടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയപ്പോൾ ടച്ചിങ്സിനായിട്ടൊരു ചെറിയ കട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ 50 രൂപയ്ക്ക് 100 ഗ്രാം ചിക്കൻ പാർട്സ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് മുരിഞ്ഞ പെപ്പർ ഒക്കെ ഇട്ടിട്ടുള്ളൊരു കിടിലൻ സാധനം അവിടെ കിട്ടും ഗൈസ്. അത് കഴിച്ച സമയത്തുണ്ടല്ലോ എനിക്ക് ഈ സാധനം വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കൊതിപ്പിക്കാം, അപ്പോൾ ഒന്ന് ഉണ്ടാക്കിപ്പിക്കണമല്ലോ. അപ്പോൾ ഞാനത് ഇവളടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ മുതൽ ഇന്ന് എന്നെക്കൊണ്ട് പാർട്സൊക്കെ വാങ്ങിപ്പിച്ചതേ അവിടെ ഞാൻ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്യാസ് സ്റ്റവ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഗ്യാസും കുറ്റിയൊക്കെ ഇപ്പോൾ നിറച്ച് വന്നിട്ടുള്ളൂ, അമ്മാതിരി വെയിറ്റാണ് ഇതിനൊക്കെ. ഇതിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒക്കെ അരിഞ്ഞ് നല്ല വൃത്തിയിൽ സെറ്റ് ആക്കി തരും, ഉണ്ടാക്കി തരണം, കാരണം വടക്കാഞ്ചേരിത്തെ ടേസ്റ്റ് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഞാനാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ലിവറും, അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബ്രോയിലർ ചിക്കൻ്റെ പാർട്സ് ആണ്. അപ്പോൾ അതിനകത്ത് ലിവറും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. മറ്റേ ലെഗോൺ ചിക്കൻ്റെ മാതിരി മുട്ട ഐറ്റംസ് ഇല്ല, അതായത് മുട്ടക്കോയിൻ്റെ പാർട്സ് അല്ല, ഇത് ബ്രോയിലർ കോയിൻ്റെ പാർട്സ് ആണ്. ഇതൊക്കെ ഈ സ്കില്ല് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷം പഠിച്ചല്ലേ? അതെ, ഞാൻ എല്ലാം ഇവിടെ എത്തിയാലും പഠിച്ചത്. ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലേ. ഇവള് പണ്ട് എനിക്ക് മറ്റേ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റത്തെ ദിവസം എനിക്കൊരു വെണ്ടക്ക കറി ഉണ്ടാക്കി തന്ന കേസ്, അതും പുലർച്ചെ സമയത്താണ് ഇവളത് ഉണ്ടാക്കി തരുന്നത്. അപ്പം ഞാൻ അതായത് ആദ്യമായിട്ടൊരു ഫാമിൽ ഞാൻ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ട് ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ അവിടെ എനിക്ക് ആദ്യത്തെ ദിവസം നമുക്ക് എങ്ങനെയാണെന്നുള്ള പരിപാടി അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവളെനിക്ക് വെണ്ടക്ക കറി, ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്ന്. പിന്നെ ഞാനല്ലേ വീട്ടിൽ കുക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പിന്നെയല്ല എനിക്ക് അറിയാന്ന്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിയും ഒരു തക്കാളിയും അത്ര പാർട്സ് ഉള്ളൂ. ഒരു 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ പാർട്സ്. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തക്കാളി നമ്മൾ അധികമായിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഒറ്റ തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇതിൽ നമുക്ക് പെപ്പറാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അങ്ങനെ നമ്മുടെ ചൂടാക്കാൻ വെച്ച ചട്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇതൊന്ന് ചൂടാൻ വരട്ടെ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നൈസായിട്ട് ഇതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓ ഗോഡ്, ഇടയ്ക്കൊക്കെ അടുക്കള കയറണം. ഈ അടുക്കള കയറാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ മോളെ? അതെ. ഇതിന് മുന്നേ അടുക്കള കണ്ടിരുന്നോ? ഇല്ല. അങ്ങനെ ഈ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നൈസായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നൈസായിട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ആക്കി പോയി അറിയാണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഓവറോൾ നമ്മൾ നേരത്തെ ഇതിനകത്തേക്ക് ഇട്ട പച്ചമുളക്, നമ്മുടെ കറിവേപ്പില, ഉള്ളി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇത് നല്ല രീതിക്ക് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഫുള്ള് ഇടുകയാണ് ഗൈസ്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഉള്ളി വാടുമ്പോഴേക്കും നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച തക്കാളി, ഒരു തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അപ്പൊ നമ്മൾ ഒരു തക്കാളി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതിന് വടക്കാഞ്ചേരിയിൽ നിന്ന് വാങ്ങുന്ന സമയത്തേ ഈ പറഞ്ഞ ഉള്ളി അതിനകത്ത് കിട്ടില്ല, തക്കാളിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല, കുരുമുളകും മാത്രമേ ഉള്ളൂ. മീൻസ് അത് ഈ ആയി വരുമ്പോഴത്തേക്ക് അങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനെപ്പറ്റി വല്ലതും അറിയോ? അങ്ങനെ ഏറെക്കുറെ നമ്മൾ നേരത്തെ ഉള്ളി ഇട്ടതും നമുക്ക് നൈസായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നൈസായിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഇനി തക്കാളി ഇതേപോലെ ഒന്ന് വാടി സെറ്റായിട്ട് എടുക്കാനുണ്ട്. സ്പൈസി ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് നല്ല ഉള്ളിക്കറി ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് നോക്കി, ഇത് നന്നായിട്ട് തക്കാളി ഇട്ട സമയത്ത് ഇതുകൊണ്ടാണ് ഞാൻ തക്കാളി അധികം വേണ്ടാന്ന് പറഞ്ഞത്. ഇതിന്റെ കളറേ മാറിപ്പോയി, ഒരുമാതിരി കറിക്ക് അരിഞ്ഞ മാതിരി മസാല ഇട്ട് വരുമ്പോഴേക്ക് അലിഞ്ഞു ചേരും. അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പം നമ്മുടെ സാധനം ഇടാം, അല്ല നമ്മുടെ ലിവർ ഇടാം.
അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം മസാല ഇടണോ ഇതൊക്കെ ഇട്ടിട്ടാണോ മസാല? ആദ്യം മസാല ഇടുക. ആദ്യം മസാല ഇടുക, എന്നിട്ട് അത് ഇടുക. അല്ല, ആദ്യം ഇതിട്ടാലല്ലേ മസാല ഇട്ട് പിടിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ പാർട്സ് ഇടണം ഗൈസ്. ഒന്ന് മിക്സ് ആക്കാം. അപ്പൊ ഞാൻ മസാല ഇടുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ചും കൂടെ ഇടാം. എന്തെങ്കിലും ഒരു പൊടി കൂടി പോയാൽ കുത്തും. അപ്പൊ മല്ലിപ്പൊടി നമ്മളത് 1.5 സ്പൂൺ ഉണ്ടാവും. ഇത് വലിയ സ്പൂണാണ്, അപ്പോൾ പൊടി കൂടുതലുണ്ട്. ഇത്രയും പൊടിയൊക്കെ ഞാൻ വാരി വിതറുണ്ട്, എന്താവും എന്തോ. പിന്നെ നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ 1/2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം ഇടാം. ഇനി ഇത് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം എന്തിടണം എന്നറിയോ? മസാല ഇടണം, എന്നിട്ട് വേണം. അതായത് ആദ്യം മസാല ഇട്ടാൽ മാത്രമേ ഉള്ളൂ മസാലേന്റെ ഒരു പച്ച മണം എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുള്ളൂ. അതായത് ഇവൾക്ക് ആദ്യമേ പറയാമായിരുന്നു ഈ സംഗതി ഇതിങ്ങനെയല്ല, ആദ്യം മസാലയാണ് ഇടേണ്ടതെന്നുള്ളത്. ഇവിടെ ഇത്ര കൊല്ലായിട്ട് ഈ അടുക്കളയിലല്ലേ കേറിയത്, അപ്പൊ അനക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ യു ആർ നോട്ട് എ കുക്ക്, നീയും മൊണ്ണ ഞാനും മൊണ്ണ, അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഇടാൻ മറന്നുപോയി, നമുക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ കുരുമുളക് പൊടി ഇടുകയാണ്, ഇത്രത്തോളം ഇടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നൈസായിട്ട് ഒന്നും കൂടെ ഇളക്കി എടുക്കാം. ഇതായി വരുന്ന സമയത്ത് ഏത് കോലത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ഡ്രൈ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്ക് വടക്കാഞ്ചേരി പോകുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പരിപാടി ആക്ച്വലി നല്ല പരിപാടിയാണ്. കാരണം ഞങ്ങളവിടെ ഞാൻ ഒരു പ്രാവശ്യം 4 മണിക്കൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബീവറേജ് ചെന്ന സമയത്ത് ഒരു പെട്ടിക്കൂട അലമാര നിറച്ചു ഈ പറഞ്ഞ പോലെ ചിക്കൻ ഈ പാർട്സ് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഞാൻ അവിടെ പോയ കാര്യമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഒരു 7 മണിക്കാണ് എൻ്റെ ട്രെയിന്. ആ 6-7 മണി സമയത്ത് ഞാൻ വടക്കാഞ്ചേരി ആ ബീവറേജിൻ്റെ അടുത്ത് പോയ സമയത്ത് ഈ പരിപാടി മൊത്തം പുള്ളിക്കാരൻ തീർത്തിട്ടങ്ങ് പോയി. അതായത് 3-4 കിലോ പുള്ളിക്കാരൻ ഈ പറഞ്ഞ ടച്ചപ്പിന് തീർത്തിട്ടങ്ങ് പോയി. ഇത് മാത്രം സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് പ്രതീക്ഷിച്ചെങ്കിലും നമുക്ക് ഈ മസാല ഐറ്റംസും ഈ പരിപാടിയൊക്കെ കൂടിപ്പോയത് കൊണ്ട് നമുക്ക് വിചാരിച്ചത്ര ഡ്രൈ ആയില്ല. അതുകൊണ്ട് ഇത്രയും ഭാഗം നമുക്കിത് മസാല ഓൺലിയാണ്. അതായത് ഇവിടെ കുറച്ച് ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടുപോയി, അപ്പൊ അതിൻ്റെതായിട്ടുള്ള മസാല കുറച്ച് അധികം ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മീൻസ് ഉള്ളി അത്ര ഇടരുതായിരുന്നു. അതല്ലെങ്കിൽ നാവിന്ന് വെള്ളം വരും. ഒരു ഉള്ളി മതി. അപ്പോൾ ഒരു ഉള്ളി തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നൈസായിട്ട് ഇങ്ങനെ ഇളക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ മസാല ഇതിനകത്തുനിന്ന് കോരി മാറ്റി വേറെ ഒന്നിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൈ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഏറെക്കുറെ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഉള്ളി കൂടിയതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ഓ ഗോഡ്, ലിവറൊക്കെ നല്ല കിഡ്രനായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്താൽ സാധനം അടിപൊളിയാണ്. സാധാരണ രസമൊക്കെ ഉണ്ട്, പക്ഷെ വടക്കാഞ്ചേരി പോലെ ആയില്ല എന്നുള്ളൂ. ഇനി അവിടെ പോകുന്ന സമയത്ത് പുള്ളിക്കാരനോട് നേരിട്ട് ചോദിച്ചു നോക്കണം എന്താണ് ഇതിൻ്റെ റെസിപ്പി എന്നുള്ളത്. അടിപൊളിയാണ്. അങ്ങനെ മസാലയ്ക്ക് വേറെ കുത്തലോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും മസാല വേറെ ആയിപ്പോയെന്ന് മാത്രം. അത് ചോറിന് കൂട്ടാം. അങ്ങനെ നമ്മൾ ഐക്കോണിക് കോംബോ ആയിട്ടുള്ള നല്ല ചിക്കൻ പാർട്സ് ഡ്രൈ ഫ്രൈയും അതുപോലെ തന്നെ നല്ല കിഡ്ലൻ കട്ടൻ ചായയും ഗൈസ്. ലിവർ സെറ്റ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കുക്ക് ചെയ്തപ്പോൾ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യം വർക്കായി. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.